ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആദ്യം തന്നെ നേരിട്ട് ബാധിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് ഇറാഖ്, സിറിയ, ജോർദാൻ. ഈ മാപ്പ് പരിശോധിച്ചാൽ അതിന്റെ കാരണങ്ങൾ വ്യക്തമാകും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദൂരം കരമാർഗം 2000 കിലോമീറ്ററിൽ കൂടുതലും വ്യോമപരിധി 1725 കിലോമീറ്ററുമാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ പരസ്പരം ആക്രമിക്കണമെങ്കിൽ സിറിയ, ഇറാഖ്, ജോർദാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലെ വ്യോമപരിധിയിൽ കൂടി മാത്രമേ ആക്രമണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഇറാഖും സിറിയയും ഇറാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. ജോർദാൻ ആണെങ്കിൽ രഹസ്യമായി ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച രണ്ടാമത്തെ അറബ് രാജ്യമാണ് ജോർദാൻ. 1994 ജോർദാനും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ ജോർദാൻ തങ്ങളുടെ വ്യോമപരിധിയിൽ കടന്ന ഇറാന്റെ ഡസൻ കണക്കിന് ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരുന്നു. ഇറാന്റെ ചില മിസൈലുകളും ജോർദാൻ സൈന്യം തകർത്തിട്ടുണ്ട്. ഒരു പരമാധികാര രാജ്യമായ ജോർദാന് മുകളിലൂടെ തങ്ങളുടെ സമ്മതമില്ലാതെ ഒരു രാജ്യത്തിന്റെയും അതിക്രമം അംഗീകരിക്കില്ല എന്നാണ് ജോർദാൻ ഇറാന്റെ നീക്കത്തോട് പ്രതികരിച്ചത്. ഇനി ഇസ്രായേൽ സൈന്യം ഇറാന് നേർക്ക് ജോർദാനിലൂടെ മിസൈലുകൾ അയച്ചാലും തങ്ങളുടെ സൈന്യം തകർക്കുമെന്നാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രി ഐമൻ സഫാദി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി അത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ജോർദാന് മുകളിലൂടെ ഇറാനിലേക്ക് മിസൈലുകൾ അയക്കുമോ? അങ്ങനെ അയക്കുന്ന മിസൈൽ ജോർദാൻ തകർക്കുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം. ഇസ്രായേലിന് നേരെ അയച്ച തങ്ങളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്തതിൽ ഇറാൻ ജോർദാനോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ജോർദാനിലെ ജനങ്ങളും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത് ജോർദാൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളെ സഹായിച്ച ജോർദാന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ജോർദാന്റെ വ്യോമപരിധി ഒഴിവാക്കി സിറിയ, ഇറാഖ് എന്നീ രണ്ട് രാജ്യങ്ങളിലൂടെ ഇറാനിലേക്ക് ആക്രമണം നടത്തുവാനാകും ഇസ്രായേൽ പരമാവധി ശ്രമിക്കുക. ഒരു പക്ഷേ ജോർദാനിലൂടെ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും ജോർദാൻ അത് തടയാതിരിക്കുകയും ചെയ്താൽ ജോർദാന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇത് തന്നെയാണ് ജോർദാനെ ഭയപ്പെടുത്തുന്ന കാര്യവും.